ശിഷ്യത്വത്തിൻ്റെ മഹത്വം ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചന ധ്യാനം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ പറഞ്ഞു, തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. ശിഷ്യത്വത്തിൻ്റെ മഹത്വമാകുന്ന 3 സത്യങ്ങളാണ് കർത്താവായ യേശുനാഥൻ ഇന്ന് നമ്മോട് പറഞ്ഞു തരുന്നത്. ഒന്ന്, തൻ്റെ ശിഷ്യന്മാർ സ്വയം മരിക്കുന്നതിലൂടെ തന്നെ അനുഗമിക്കുമെന്ന തൻ്റെ പ്രതീക്ഷ യേശു പ്രഖ്യാപിക്കുന്നു. യേശുനാഥൻ്റെ പീഡാനുഭവ പ്രവചനത്തിൽ മനംനൊന്തും പകച്ചും നിൽക്കുന്ന ശിഷ്യന്മാരോട് അവൻ പറയും, തന്നെ അനുഗമിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. അത് അവൻ തന്നെ ത്യജിക്കുന്നതാണ്. രണ്ടാമതായി, സ്വയം നിഷേധിക്കുക എന്നതാണ്. ഇവിടെ കർത്താവ് പറയുന്നത് ക്രിസ്തു ശിഷ്യന്റെ ലക്ഷ്യം കുരിശിന്റെ ലക്ഷ്യമാണ് എന്നാണ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതി സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുകയാണ്. സ്വയം നിഷേധിക്കുന്നത് സ്വന്തം അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും കൊല്ലുകയാണ്. നാം യേശുവിനെ പോലെ ആകണമെങ്കിൽ ഈ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും നാം നിരന്തരം മാറ്റിവെക്കേണ്ടതുണ്ട്. സ്വയം നിഷേധിക്കുക എന്നതിനർത്ഥം ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പകരമായി സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെക്കുക എന്നാണ്. എൻ്റെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ ഉള്ള ത്യാഗമാണ്. എന്നാൽ എന്നെ തന്നെ ഉപേക്ഷിക്കുക എന്നത് ക്രിസ്തുവിന് വേണ്ടി സമ്പൂർണമായും നമ്മളെ സമർപ്പിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മെ സമ്പൂർണമായും ഉപേക്ഷിക്കുക എന്ന അർത്ഥമാണ്. അത് ഞാനല്ലാതെയായി തീരുകയും മറ്റൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നതാണ്. അത് യേശുവിന് വേണ്ടിയുള്ള എൻ്റെ ജീവിതമാണ്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ത്യാഗമാണത്. അവൻ്റേതല്ലാതെ ജീവിക്കുക എന്ന ത്യാഗം. അവനവൻ്റെ ജീവിതത്തിനും സൗഭാഗ്യത്തിനും വേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുനാഥൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളെ മാത്രമല്ല ജീവനെ തന്നെയും ഉപേക്ഷിക്കുന്നതിൻ്റെ പേരാണ് ഈ ശിഷ്യത്വം. 2, ജീവനെ നഷ്ടപ്പെടുത്തുന്നതിലൂടെ നേടിയെടുക്കുന്ന വലിയ സത്യം കുരിശിൻ്റെ വൈരുദ്ധ്യാത്മകതയാണ്. തൻ്റെ ജീവനെ സംരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എനിക്ക് വേണ്ടി തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് നേടിയെടുക്കും. കുഴിച്ചു വയ്ക്കുന്ന പാകുന്ന ഒരു വിത്ത് പോലും നഷ്ടപ്പെടുകയല്ല, നേടിയെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ വിത്തല്ലാതെയായി മാറുന്നു, അത് ചെടിയായി രൂപാന്തരപ്പെടുന്നു. ഇതുതന്നെയാണ് ക്രിസ്തുവിന് വേണ്ടി നാം ജീവൻ ത്യജിക്കുമ്പോൾ നേടിയെടുക്കുന്ന ജീവൻ്റെ വ്യത്യസ്തത. വചനം നമ്മെ ഓർമ്മപ്പെടുത്തും, നാം ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനമാണ് എന്ന്. യേശുനാഥൻ പറയുന്ന ത്യാഗത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ജീവസത്യത്തിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്ന ഏറ്റവും വലിയ അന്തസ്സത്ത ആത്മാവാണ്, ആത്മാവിൻ്റെ രക്ഷയാണ്. യേശുനാഥൻ്റെ പ്രസ്താവനയെ ശിഷ്യത്വത്തിൻ്റെ വിരോധാഭാസം എന്നും നമുക്ക് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. ശിഷ്യത്വത്തിൻ്റെ വിരോധാഭാസം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മുമ്പേ അവതരിപ്പിക്കുകയാണ്. 3, മനുഷ്യപുത്രൻ ദൈവരാജ്യത്തിൽ വരുന്നത് നിങ്ങൾ ദർശിക്കും എന്ന വാഗ്ദാനം. ഇവിടെ കർത്താവ് പറയുന്നു, ഓരോ മനുഷ്യൻ്റെയും പ്രവൃത്തികൾക്കും മനോഭാവങ്ങൾക്കും യേശു പൂർണ്ണ പ്രതിഫലം നൽകും എന്ന്. ഈ ലോകത്തിലെ കാര്യങ്ങൾ മാറ്റിവെക്കുകയും പകരം അവൻ്റെ രാജ്യത്തിലേക്ക് അഥവാ ദൈവ രാജ്യത്തിന് വേണ്ടി നന്മകൾ വിതയ്ക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുന്നതായി പറയുന്നു. ദൈവ കൃപയുടെ മാത്രം അടിസ്ഥാനത്തിൽ യേശുവിലുള്ള ലളിതമായ വിശ്വാസത്താൽ നൽകപ്പെടുന്ന ഒരു സമ്മാനമാണ് സ്വർഗത്തിലേക്ക് നാമൊക്കെ പോകുന്നത്. ആത്മാവിനെ സ്വർഗരാജ്യത്തിന് വേണ്ടി വീണ്ടെടുക്കുന്നത് നമ്മുടെ മനപരിവർത്തനത്തിലൂടെയാണ്, നമ്മുടെ മനസ്സിൻ്റെ നവീകരണത്തിലൂടെയാണ്. മനുഷ്യരുടെ രാജ്യങ്ങൾ നൽകുന്ന തുരുമ്പിച്ച പുഴുകടിയുള്ള പ്രതിഫലങ്ങൾക്ക് പകരം തൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൻ്റെ ശാശ്വതമായ പ്രതിഫലത്തിനായി ജീവിക്കുവാൻ ക്രിസ്തു
നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നാം ലോകത്തെ മാറ്റി നിർത്തി അനുസരണത്തിൽ യേശുവിനെ അനുഗമിച്ചാൽ നമുക്ക് അവൻ്റെ രാജ്യത്തിൽ ശാശ്വതമായ ഒരു അവകാശം ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 25:34, ലൂക്കായുടെ സുവിശേഷം 22, 28, 30. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ യഥാർത്ഥ ആത്മാവിനെ രക്ഷിക്കും എന്ന് 1 പത്രോസ് 4:19 നമ്മോട് പറഞ്ഞു തരും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വിശ്വാസത്താൽ ക്രിസ്തുവിനെ അനുഗമിച്ച് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രതിഫലം പറ്റുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.